അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന അറിവാണ് ഇന്ന് പങ്കുവെക്കാൻ പോകുന്നത്. നമ്മുടെ എല്ലാ മക്കൾക്കും പൊതുപരീക്ഷ അടുത്തിരിക്കുകയാണല്ലോ. പരീക്ഷ അഭിമുഖീകരിക്കുന്ന എല്ലാവർക്കും ഉന്നതമായ വിജയം അള്ളാഹു നൽകട്ടെ. ആമീൻ. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും വലിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഉപകാരപ്രദമായ ഒരു ആത്മീയ എക്സാമിനേഷൻ ടിപ്പാണ് പറയാൻ പോകുന്നത്. വലിയ കുട്ടികൾ സ്വയം ചെയ്യുകയും ചെറിയ കുട്ടികൾക്ക് രക്ഷിതാവ് ചെയ്തു കൊടുക്കുകയും ചെയ്യുക. പരീക്ഷ കഴിയും വരെ സുബഹി നിസ്കാര ശേഷം അതുപോലെ മഗ്‌രിബ് നിസ്കാര ശേഷവും നമ്മുടെ വലത് കൈ ഹാർട്ടിൻ്റെ ഭാഗത്ത് വെക്കുക, അഥവാ ഇടത് നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് വെക്കുക. ശേഷം ഒരുപാട് ഗുണഫലങ്ങൾ നിറഞ്ഞ വെരി എഫക്റ്റീവായ പവർഫുള്ളായ സൂറത്തുൽ ഇൻഷിറാഹ് അഥവാ അലം നശ്റഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക് വവളഅനാ അൻക വിസ്റക് അല്ലദീ അൻഖള ളഹ്റക് വറഫഅനാ ലക ദിക്റക് ഫഇന്ന മഅൽ ഉസ്രി ഉസ്റാ إن مع العسر عسرا فإذا فرغت فانصب فإلى ربك فارغب. ഈ സൂറത്ത് 7 തവണ ഓതിക്കഴിഞ്ഞ ശേഷം ഇഷ്ഫി എന്ന് പറഞ്ഞ് ഇടതു ഭാഗത്തേക്ക് ഊതി മന്ത്രിക്കുകയും ചെയ്യുക. ഇതുപോലെ മഗ്‌രിബ് നിസ്കാര ശേഷവും 7 തവണ ഓതുക. പരീക്ഷ കഴിയും വരെ ഇതുപോലെ ചെയ്തു പോരുക. വലിയ അശുദ്ധിയുള്ള പെൺകുട്ടികൾ ദിക്ർ ആണെന്ന് കരുതി സൂറത്തുൽ ഇൻഷിറാഹ് ഇതുപോലെ ചെയ്യുക. പരീക്ഷാ ദിവസങ്ങളിൽ സുബഹി നിസ്കാരത്തിന് ശേഷം ചെയ്യുന്നതിന് പുറമെ പരീക്ഷയ്ക്ക് പോകുന്ന സമയം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇപ്രകാരം സൂറത്തുൽ ഇൻഷിറാഹ് ഓതി പോവുക. തീർച്ചയായും നല്ല ഫലം പ്രതീക്ഷിക്കാം ഇൻഷാ അല്ലാഹ്. ഇതുപോലെ ഇനി ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഖുർആൻ ഓതാൻ അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ രക്ഷിതാക്കളോ അല്ലെങ്കിൽ വീട്ടിൽ ഓതാൻ അറിയുന്ന മറ്റാരെങ്കിലും ഈ ഒരു കാര്യം ചെയ്തു കൊടുക്കുക. അതായത് അതിരാവിലെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് സൂറത്തുൽ ഇൻഷിറാഹ് 7 തവണ ഓതി മന്ത്രിച്ച് കുട്ടികളെ വെറും വയറ്റിൽ കൊടുക്കുക. നിങ്ങളെ സൗകര്യം അനുസരിച്ച് രാത്രിയിൽ മന്ത്രിച്ച് വെച്ച് രാവിലെ ആ വെള്ളം കൊടുത്താലും മതി. പ്രിയമുള്ളവരെ, പരീക്ഷ കഴിയും വരെ കുട്ടികൾക്ക് ഇത് ചെയ്തു കൊടുക്കുക. ഒരു നേരം മാത്രം കൊടുത്താൽ മതി. അശുദ്ധിയുള്ള സമയത്ത് ഉമ്മമാർ മറ്റുള്ളവരെ കൊണ്ട് ഓതാൻ അറിയാവുന്ന ആളുകളെ കൊണ്ട് മന്ത്രിപ്പിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ ചെയ്തു വന്നാൽ കുട്ടികൾ പഠിച്ചത് ഒരിക്കലും മറക്കില്ല. പരീക്ഷയെല്ലാം എളുപ്പമാവും. ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ അഭിമുഖീകരിക്കാൻ കഴിയും. നല്ല വിജയം മാർക്ക് പ്രതീക്ഷിക്കാം. അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇത് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ ഇത് ചെയ്തു കൊടുക്കുക. ചെറിയ കുട്ടികൾക്ക് രക്ഷിതാവ് ചെയ്തു കൊടുക്കുക. തീർച്ചയായും നല്ല ഓർമ്മശക്തിയോടെ ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ അഭിമുഖീകരിക്കാൻ കഴിയും. നല്ല മാർക്കോടെ എക്സാം വിജയിക്കാൻ അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. ഇനിയും ഇതുപോലെയുള്ള നല്ല ഇസ്ലാമിക് ടിപ്പുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.